നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. സെക്സിൽ ഏർപ്പെടുന്ന സ്ത്രീകളുടെ ലക്ഷണം എന്ത്? പേടി, ആകാംക്ഷ, വേഗത, ഇഷ്ടം. പേടി അനുഭവപ്പെടും. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമാകുന്നത്? മദ്രാസ്, തെലങ്കാന, ബാംഗ്ലൂർ, കുവൈത്ത്. തെലങ്കാനയിലാണ്. അശ്വനി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ, ടേബിൾ ടെന്നീസ്, ഹോക്കി, ഫുട്ബോൾ. അശ്വനി പൊന്നപ്പ ബാഡ്മിൻ്റൺ കളിക്കാരിയാണ്. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കേരളം, ഗുജറാത്ത്, തമിഴ്നാട്, കർണാടക. കൃഷ്ണരാജസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. കർഷകരിൽ നിന്ന് എല്ലാ വിളകളും MSP നിരക്കിൽ വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ബീഹാർ, ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന. ഹരിയാനയാണ് ശരിയായ ഉത്തരം. ഏത് സംസ്ഥാനമാണ് സംസ്ഥാനത്തെ കായിക താരങ്ങൾക്ക് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ഏർപ്പെടുത്താൻ പോകുന്നത്? പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. രാജസ്ഥാനാണ്. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യാൻ 14400 ആപ്പ് ആരംഭിച്ച സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. ആന്ധ്രാപ്രദേശ് ആണ്. ഉത്തരേന്ത്യയിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ ബയോടെക് പാർക്ക് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഗുൽമാർഗ്, പാട്ന, ജമ്മു, ഷിംല. ജമ്മു കാശ്മീരിലാണ്. ദേശീയ വാക്സിനേഷൻ ദിനം വർഷം തോറും ആചരിക്കുന്നത് ഏത് ദിവസമാണ്? മാർച്ച് 15, മാർച്ച് 16, മാർച്ച് 14, മാർച്ച് 13. മാർച്ച് 16-നാണ് ആഘോഷിക്കുന്നത്. എയർ ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? കുമാർ മംഗലം, സോമിയ വർമ്മ, രജനീഷ് തിവാരി, ചന്ദ്രശേഖരൻ. ചന്ദ്രശേഖരനാണ് ചെയർമാനായി നിയമിതനായത്. UPI ലൈറ്റ് പേയ്മെൻറ്റ് ഒറ്റ ഇടപാടിൻ്റെ ഉയർന്ന പരിധി എത്രയാണ്? 2000 രൂപ, 500 രൂപ, 100 രൂപ, 200 രൂപ. 200 രൂപ വരെയാണ്. സ്പോർട്സ് ഐക്കൺ അവാർഡ് ലഭിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരൻ്റെ പേര്? വിരാട് കോഹ്ലി, MS ധോണി, വീരേന്ദർ സേവാഗ്, സുരേഷ് റെയ്ന. സുരേഷ് റെയ്നയാണ് ശരിയായ ഉത്തരം. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ പരിപാടി എവിടെയാണ് നടന്നത്? ഹൈദരാബാദ്, പൂനെ, മുംബൈ, കൊൽക്കത്ത. സിവിൽ ഏവിയേഷൻ പരിപാടി നടന്നത് ഹൈദരാബാദിലായിരുന്നു. കാർബൺ ന്യൂട്രൽ കൃഷിരീതികൾ അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാനം? ബീഹാർ, മഹാരാഷ്ട്ര, കേരളം, തമിഴ്നാട്. കാർബൺ ന്യൂട്രൽ കൃഷിരീതികൾ അവതരിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? ഗുജറാത്ത്, കർണാടക, ബീഹാർ, മഹാരാഷ്ട്ര. ഗുജറാത്താണ് ശരിയായ ഉത്തരം. 2022 ഏപ്രിലിൽ മേഗി ചുഴലിക്കാറ്റ് നാശം വിതച്ച രാജ്യം? ഫിലിപ്പീൻസ്, ജപ്പാൻ, ചൈന, അമേരിക്ക. ഫിലിപ്പീൻസിലായിരുന്നു. ലോകത്തിൽ നിന്ന് FIH വിലക്കിയ രാജ്യം ഏതാണ്? ബെലാറസ്, റഷ്യ, ഇസ്രായേൽ, ഉക്രൈൻ. റഷ്യയാണ്. ഇന്ത്യൻ സൈന്യം എല്ലാ വർഷവും സിയാച്ചിൽ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 13, ഏപ്രിൽ 12, ഏപ്രിൽ 14, ഏപ്രിൽ 15.
സിയാച്ചിൻ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 13-നാണ്. ഇന്ത്യൻ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം USA, ബംഗ്ലാദേശ്, ചൈന, പാകിസ്ഥാൻ. ഇന്ത്യൻ ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. 2022 ഏപ്രിലിൽ 300 യൂണിറ്റ് വരെ വൈദ്യുതി സൗജന്യമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര, പഞ്ചാബ്, ഹരിയാന, കേരളം. പഞ്ചാബായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിർത്തിവച്ച രാജ്യം ഏതാണ്? USA, UAE, ഇന്തോനേഷ്യ, ശ്രീലങ്ക. USA ആയിരുന്നു. തദ്ദേശീയ നാവിഗേഷൻ സംവിധാനമായ ഗഗൻ ഉപയോഗിച്ച് വിമാനം ഇറക്കിയ ഏഷ്യയിലെ ആദ്യത്തെ എയർലൈൻ സ്പൈസ് ജെറ്റ്, വിസ്താര, എയർ ഇന്ത്യ, ഇൻഡിഗോ ആയിരുന്നു. ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2022 ഇന്ത്യൻ ഗുസ്തിക്കാർക്ക് എത്ര മെഡലുകൾ നേടി? 19 മെഡലുകൾ, 17, 14 മെഡലുകൾ, 12. 17 മെഡലുകളാണ് നേടിയത്. ഇന്ത്യ ആദ്യത്തെ അമൃത് സരോവർ ഏത് സംസ്ഥാനത്താണ് വികസിപ്പിച്ചത്? തമിഴ്നാട്, കേരളം, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലായിരുന്നു. ഏഷ്യൻ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയത് സിക്കി റെഡ്ഡി, സാനിയ മിർസ, PV സിന്ധു, സൈന നെഹ്വാൾ. PV സിന്ധു ആയിരുന്നു. ഏത് സംസ്ഥാനമാണ് മെയ് 1 സംസ്ഥാന രൂപീകരണ ദിനം ആചരിച്ചത്? മഹാരാഷ്ട്ര, തെലങ്കാന, മിസോറാം, മണിപ്പൂർ. മഹാരാഷ്ട്രയായിരുന്നു. അന്തർദേശീയ ജൈവ വൈവിധ്യ ദിനം എന്ന്? മെയ് 10, മെയ് 22, ജൂൺ 17, ജൂലൈ 19. അന്തർദേശീയ ജൈവ വൈവിധ്യ ദിനം മെയ് 10-നാണ്. കഥ തുടരും എന്ന ആത്മകഥ രചിച്ചതാര്? KPAC ലളിത, ജയലളിത, കവിയൂർ പൊന്നമ്മ, സുഗതകുമാരി. കഥ തുടരും എന്ന ആത്മകഥ രചിച്ചത് KPAC ലളിതയായി. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആര്? K. സച്ചിദാനന്ദൻ, വിഗതകുമാരൻ, ഉറൂബ്, ഉണ്ണി നമ്പൂതിരി. K. സച്ചിദാനന്ദനാണ് അധ്യക്ഷൻ. പുതിയ ഹരിത ഊർജ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? പയ്യന്നൂർ, ഇരിട്ടി, ഇടപ്പള്ളി, മാവേലിക്കര. പയ്യന്നൂരിൽ നിന്നാണ്. ബയോഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ EV ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് എവിടെ? ഡൽഹി, പൂനെ, മുംബൈ, കൊൽക്കത്ത. EV ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിതമായത് മുംബൈയിലാണ്. സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? കൊറിയ, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ. ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ലോക മാതൃഭാഷാ ദിനം എന്ന്? ഫെബ്രുവരി 21, ജനുവരി 17, മാർച്ച് 19, ജൂൺ 19. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21-നാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം? കർണാടക, കേരളം, തമിഴ്നാട്, ഹരിയാന. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കർണാടക. രാജ്യാന്തര പ്രകാശ ദിനം എന്ന്? മെയ് 17, ജൂൺ 19, മെയ് 16, ജൂൺ 10. രാജ്യാന്തര പ്രകാശ ദിനം മെയ് 16-നാണ്. ഫിലിം ഫെസ്റ്റിവലിൽ കൺട്രി ഓഫ് ഓണർ ബഹുമതി ലഭിച്ച ആദ്യ രാജ്യം? ചൈന, ഇന്ത്യ, ബ്രിട്ടൻ, അമേരിക്ക. കൺട്രി ഓഫ് ഓണർ ബഹുമതി ലഭിച്ചത് ഇന്ത്യക്കായിരുന്നു.
ആദ്യമായി വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട. എറണാകുളത്താണ്. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം എന്ന്? മെയ് 16, മെയ് 17, മെയ് 4, ജൂൺ 2. ലോക ഹൈപ്പർ ടെൻഷൻ ദിനം മെയ് 17-നാണ്. സൗത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്യാൻസർ കെയർ നെറ്റ്വർക്ക് ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആസാം, സിക്കിം, മണിപ്പൂർ, മേഘാലയ. ആസാമിലായിരുന്നു. കാണാമറ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? PM ഷാജി, R ഗൗതം, VP ജോയി, KJ സാജൻ. VP ജോയിയാണ്. സംസ്ഥാനത്ത് ആദ്യ ഡിജിറ്റൽ പട്ടയ വിതരണം നടന്ന ജില്ല? ഇടുക്കി, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ. മലപ്പുറം ജില്ലയിലാണ്. മദ്രസകളിൽ ദേശീയഗാനം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം? മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഒഡീഷ. ഉത്തർപ്രദേശിലാണ്. കേരളത്തിൽ ഹെൻമൻ ഗുണ്ടട്ട് മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം? തലശ്ശേരി, കോതമംഗലം, വളപട്ടണം, പട്ടുവം. ഹെർമൻ ഗുണ്ടർട്ട് മ്യൂസിയം നിലവിൽ വന്നത് തലശ്ശേരിയിലാണ്. ലോകത്ത് കൊറോണ വൈറസ് മൂലം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച രാജ്യം? ഇന്ത്യ, ചൈന, അമേരിക്ക, റഷ്യ. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. എത്ര ലക്ഷത്തിനു മുകളിലുള്ള ബാങ്ക് ഇടപാടിനാണ് പാൻ ആധാർ നമ്പർ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയത്? 20, 21, 25, 32. 20 ലക്ഷത്തിനു മുകളിലോട്ട്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വിദേശ രാജ്യം? ഇന്ത്യ, ആഫ്രിക്ക, കാനഡ, പാരീസ്. കാനഡയായിരുന്നു. വനാതിർത്തികളിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? മഹാരാഷ്ട്ര, കേരളം, രാജസ്ഥാൻ, മിസോറാം. കേരളമാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രമുഖ എഴുത്തുകാരൻ? KM റോയി, PK ഹൈദർ, സുഭാഷ് ചന്ദ്രൻ, MP ഗോകുൽ. സുഭാഷ് ചന്ദ്രനാണ് ശരിയായ ഉത്തരം. യൂറോപ്യൻ യൂണിയൻ്റെ GI ടാഗ് ലഭിക്കാൻ പോകുന്ന ഹിമാചൽ പ്രദേശിലെ ഉൽപ്പന്നം? ചായപ്പൊടി, കടുക്, പഞ്ചസാര, കുങ്കുമം. ചായപ്പൊടിക്കാണ്. ഓടക്കുഴൽ അവാർഡ് ലഭിച്ച ബുധിനി എന്ന കൃതിയുടെ രചയിതാവ്? സാറ ജോസഫ്, ഉണ്ണിയാർച്ച, വൈലോപ്പിള്ളി, സുഗതകുമാരി. ബുധിനി എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫാണ്. ഓരോ വലിയിലും വിഷം എന്ന മുന്നറിയിപ്പ് നിർദ്ദേശം എഴുതിയ സിഗരറ്റ് പുറത്തിറങ്ങാൻ ഒരുങ്ങുന്ന രാജ്യം? കാനഡ, യൂറോപ്പ്, ആഫ്രിക്ക, അമേരിക്ക. കാനഡയുടെ സിഗരറ്റിനാണ്. 100ാമത് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിൻ്റെ വേദി? കൊൽക്കത്ത, ഡൽഹി, ബോംബെ, ചെന്നൈ. 100ാമത് അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിൻ്റെ വേദി ഡൽഹിയിലാണ്. മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ നിലവിൽ വന്നത് എവിടെയാണ്? ദുബായ്, അബുദാബി, ഖത്തർ, ഒമാൻ. ദുബായിലായിരുന്നു. വാട്ടർ സെൻസിറ്റീവ് സിറ്റി എന്ന പദവിയിലേക്ക് എത്തുന്ന കേരളത്തിലെ ജില്ല? കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, കൊല്ലം. കോഴിക്കോട് ജില്ലയാണ്. മങ്കി പോക്സ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല ഏത്? കോട്ടയം, കൊല്ലം,
തൃശ്ശൂർ, വയനാട്. മങ്കി പോക്സ് സ്ഥിരീകരിച്ച ജില്ലയാണ് കൊല്ലം. ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് പ്രകാരം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മലിനമായ നഗരം വിശാഖപട്ടണം, പോർബന്ദർ, മധുരൈ, ഹൈദരാബാദ്. വിശാഖപട്ടണമാണ്. രാജ്യത്ത് ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം, കർണാടക, തമിഴ്നാട്, രാജസ്ഥാൻ. ക്ഷയരോഗ വ്യാപനം ഏറ്റവും കുറവ് കേരളത്തിലാണ്. ആഗോളതാപനം മൂലം ഏത് ഏഷ്യൻ രാജ്യമാണ് തലസ്ഥാനം മാറ്റാൻ തീരുമാനിച്ചത്? പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, ഭൂട്ടാൻ, നേപ്പാൾ. ഇന്തോനേഷ്യയാണ്. ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്ത്, കേരളം, ഒഡീഷ, മണിപ്പൂർ. ഇന്റർനെറ്റ് പൗരാവകാശം ആക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു കേരളം. കേരളത്തിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ നിലവിൽ വരുന്നത് എവിടെ? പാലക്കാട്, വയനാട്, മലപ്പുറം, കോഴിക്കോട്. സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ നിലവിൽ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ സമാധാന നഗരമാകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ നഗരം കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം, മലപ്പുറം. തിരുവനന്തപുരം നഗരമാണ്. ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് സാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനം പഞ്ചാബ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കേരളം. കേരളമാണ് ശരിയായ ഉത്തരം. ഹിരണ്യം എന്ന നോവൽ എഴുതിയത് ആര്? തകഴി, ഉറൂബ്, ബാലചന്ദ്രൻ, കുമാരനാശാൻ. ഹിരണ്യം എന്ന നോവൽ എഴുതിയത് ബാലചന്ദ്രനായിരുന്നു. കേരള സംസ്ഥാന വിജിലൻസ് മേധാവി ആര്? രാംനാഥ്, മനോജ്, ദീപക്, രവീന്ദ്രൻ. കേരള സംസ്ഥാന വിജിലൻസ് മേധാവി മനോജാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന പ്രഥമ മലയാളി വനിത ബാലാമണിയമ്മ, PT ഉഷ, സുഗതകുമാരി, PV സിന്ധു. PT ഉഷയാണ് ശരിയായ ഉത്തരം. ശിശുമരണങ്ങൾ ഇല്ലാത്ത രാജ്യം എന്ന അപൂർവ നേട്ടം കൈവരിച്ചത് ക്യൂബ, സ്പെയിൻ, വത്തിക്കാൻ, പാരീസ്. ശിശുമരണങ്ങൾ ഇല്ലാത്ത രാജ്യം ക്യൂബയാണ്. സർക്കാർ ബസ്സിൽ GPS സംവിധാനം നടപ്പിലാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്, കേരളം, ഹരിയാന, മണിപ്പൂർ. കേരളമാണ് ശരിയായ ഉത്തരം. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആകുന്നത് മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, മീര ജാസ്മിൻ, ഉർവശി. മഞ്ജു വാര്യരാണ് ബ്രാൻഡ് അംബാസിഡർ ആകുന്ന. കേരളത്തിൻ്റെ 14ാമത് പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് ഏത് വർഷം? 2022, 2021, 2020, 2019. 2022. പ്രഥമ കേരള ഒളിമ്പിക്സ് നടക്കുന്ന ജില്ല കണ്ണൂർ, കോട്ടയം, കൊല്ലം, പത്തനംതിട്ട. പ്രഥമ കേരള ഒളിമ്പിക്സ് നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ. വിദ്യാർത്ഥികൾക്ക് വായന വളർത്തുന്നതിനായി സ്കൂളുകളിൽ വായനയ്ക്ക് പിരീഡ് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം, മഹാരാഷ്ട്ര, ബീഹാർ, തമിഴ്നാട്. തമിഴ്നാടാണ്. മലേറിയ പൂർണ്ണമായും തുടച്ചു നീക്കി എന്ന നേട്ടം കൈവരിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം സ്വീഡൻ, സുഡാൻ, UAE, ഖത്തർ. UAE ആണ്. ബഹിരാകാശത്ത് സൗരോർജ്ജ നിലയം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യം ജപ്പാൻ, കൊറിയ, ചൈന, ഇന്ത്യ.
ബഹിരാകാശത്ത് സൗരോർജ്ജ നിലയം നിർമ്മിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ചൈന. ഇക്കോ അംബാസഡറായി നിയമിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക, ഗുജറാത്ത്, പഞ്ചാബ്, രാജസ്ഥാൻ. ഇക്കോ അംബാസഡറായി നിയമിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കർണാടക. ലോകത്തെ ശക്തരായ വ്യോമസേനകളുടെ പട്ടികയിൽ ചൈനയെ പിന്തള്ളി 3-ാം സ്ഥാനത്തെത്തിയ രാജ്യം ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക, റഷ്യ. ഇന്ത്യയാണ്. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുതുമലൈ, പളനി, പറമ്പിക്കുളം, ഗിണ്ടി. മുതുമലയാണ് ശരിയായ ഉത്തരം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ ശിലാലിഖിതങ്ങളിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ഏത്? ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, മലയാളം. തമിഴാണ്. ബംഗാൾ ടൈഗർ എന്ന് വിശേഷണമുള്ള കായിക താരം ആര്? സച്ചിൻ ടെണ്ടുൽക്കർ, സൗരവ് ഗാംഗുലി, കപിൽ ദേവ്, ധോണി. സൗരവ് ഗാംഗുലിയാണ്. ജമ്മുവിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടനാഴി ശ്രീനഗർ, ജവഹർ ടണൽ, മുസാഫിറാബാദ്, പഞ്ചൽ. ജവഹർ ടണലാണ്. ബ്രഹ്മപുത്ര നദിയുടെ നീളം എത്ര? 2900 കിലോമീറ്റർ, 2700, 2800 കിലോമീറ്റർ, 2500 കിലോമീറ്റർ. ബ്രഹ്മപുത്ര നദിയുടെ നീളം 2900 കിലോമീറ്ററാണ്. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി, പെരിയാർ, കാവേരി, ഗംഗ. കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖയാണ് കാവേരി. അമിതവണ്ണം നിയന്ത്രിക്കാൻ നിത്യവും കുടിക്കേണ്ട പാനീയം ഏത്? നാരങ്ങാ വെള്ളം, കരിക്കിൻ വെള്ളം, കുമ്പളങ്ങ നീര്, ഓറഞ്ച് നീര്. അമിതവണ്ണം കുറയ്ക്കാൻ കുമ്പളങ്ങ നീരാണ് ഉത്തമം. ഒരു കാരണവശാലും ദാനം കൊടുക്കാൻ പാടില്ലാത്ത ചെടി ഏത്? മൈലാഞ്ചി, തുളസി, ചെത്തി, ചെമ്പരത്തി. ഹൈന്ദവ നിയമപ്രകാരം ഒരു കാരണവശാലും മൈലാഞ്ചി ദാനം കൊടുക്കാൻ പാടില്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ല ഏത്? ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം. മുസ്ലിം ജനത ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ്. ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തിയുണ്ടാകുന്ന രോഗാവസ്ഥ അനസ്തീമിയ, അനോഫിലിസ്, അനോറെക്സിയ, മൊണാർക്കിയ. അനോറെക്സിയാണ്. പകൽ സമയത്തെ അപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? മെലാട്ടോണിൻ, ട്രോപ്പിക് ഹോർമോൺ, ആഡനോകോർട്ടിക്കോ. ഇവയൊന്നുമല്ല. മെലാട്ടോണിലാണ്. 2015 വനിതാ ലോകകപ്പ് ഫുട്ബോൾ വിജയിയായ രാജ്യം USA, റഷ്യ, ഫ്രാൻസ്, ജർമ്മനി. 2015 വനിതാ ലോകകപ്പ് ഫുട്ബോൾ വിജയി USA ആണ്. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമ ഏത്? അനിയത്തിപ്രാവ്, ഉണ്ണിയാർച്ച, നന്ദനം, പുലിമുരുകൻ. 100 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമയായിരുന്നു പുലിമുരുകൻ. ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് നേടിയ മലയാള ചലച്ചിത്രം ഗുരു, എലിപ്പത്തായം, ജീവിതനൗക, സ്വയംവരം. എലിപ്പത്തായം എന്ന ചലച്ചിത്രത്തിനാണ്. ചാവക്കാട് കടൽത്തീരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, കാസർഗോഡ്. ചാവക്കാട് കടൽത്തീരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമം ഏത്? തളിക്കുളം, തയ്യൂർ, കൊടുങ്ങല്ലൂർ, മുല്ലക്കര. ആദ്യ തൊഴിൽ രഹിത വിമുക്ത ഗ്രാമമാണ് തളിക്കുളം.
ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി ഏത്? പുത്തൻപള്ളി, മാടായിപ്പള്ളി, വാവരുപള്ളി, മലയാറ്റൂർ പള്ളി. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയാണ് പുത്തൻപള്ളി. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ജില്ല ഏത്? മലബാർ, വേണാട്, തിരുവിതാംകൂർ, തിരുക്കൊച്ചി. മലബാറാണ് ശരിയായ ഉത്തരം. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏത്? പാലക്കാട്, ഇടുക്കി, വയനാട്, ആലപ്പുഴ. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏത്? ഇസ്രായേൽ, ഇന്ത്യ, ബ്രിട്ടൻ, ഗ്രീസ്. ബ്രിട്ടനാണ് ശരിയായ ഉത്തരം. പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷം? 1922, 1927, 1925, 1928. പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1927 ജനുവരി 18-നായിരുന്നു. ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങൾ ഉള്ള സംസ്ഥാനം? ആസാം, സിക്കിം, അരുണാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാര്? തകഴി ശിവശങ്കരപിള്ള, MD വാസുദേവൻ നായർ, വൈലോപ്പിള്ളി, വൈക്കം മുഹമ്മദ് ബഷീർ. തകഴി ശിവശങ്കരപിള്ളയാണ്. സ്ത്രീകൾക്ക് കാമം കൂടിയാൽ പൊങ്ങുന്ന ഭാഗം ഏത്? യോനി, സ്തനം, നിതംബം, ചുണ്ട്. മുല അഥവാ സ്തനമാണ്.